നമസ്കാരം. ഞാൻ കഴിഞ്ഞ 2 വീഡിയോസുകളായിട്ട് ഗോചാരഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വീഡിയോസിലും പറയണത്. നമ്മൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രവിയുടെയും കുജൻ്റെയുമാണ് പറഞ്ഞ് അവസാനം നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ നോക്കുന്നത് ബുധൻ്റെയാണ്. ബുധൻ ഇപ്പോൾ ഓരോ മേടം മുതൽ മീനൻ രാശി വരെയുള്ള രാശിക്കാർക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഓരോ ലഗ്നക്കാരുടെ ഏതെങ്കിലും രാശിയിൽ ലഗ്നം ഉണ്ടാകും. ആ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ലഗ്നക്കാരൻ്റെ ഇപ്പോഴത്തെ ഗുണദോഷ സമയങ്ങളാണ് പറഞ്ഞത്. ഒരു മാസം ബുധനുള്ളൂ. എന്നിരുന്നാലും നമ്മൾ പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളെയും എടുത്ത് പറയണമല്ലോ നമുക്ക് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി ഗ്രഹങ്ങൾ ശനിൻ്റെയും വ്യാഴത്തിൻ്റെയും ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് ബാക്കി മാസങ്ങളിൽ കൂടി സഞ്ചരിക്കണ ഗ്രഹങ്ങളുടെയും കൂടി ഉൾപ്പെടുത്തി പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഓരോ ലഗ്നക്കാരൻ്റെയും ഇടം മുതൽ മീനൻ രാശി വരെയുള്ള ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതായത് ഞാനിപ്പോൾ തുലാം മാസം എന്ന് പറയുമ്പോൾ തുലം 14-ാം തീയതിയാണ് ഈ വൃശ്ചിക രാശിയിലേക്ക് ബുധൻ സംക്രമിച്ചത്. അപ്പോൾ ആ ഡേറ്റ് ഉള്ള കാരണം ഒരു ഡേറ്റ് പറയുമ്പോൾ ഇന്ന ഡേറ്റ് വരെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ എത്ര ദിവസം വരെ നിൽക്കുന്നുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അതൊരു അടിസ്ഥാനപരമായിട്ടാണ്. അപ്പോൾ തുലാം മാസം 14-ാം തീയതി മുതൽ ധനു 20-ാം തീയതി വരെ വൃശ്ചികൻ രാശിയിൽ ബുധൻ വൃശ്ചിക രാശിയിൽ ഉണ്ടാകും. അപ്പോൾ ചില സമയങ്ങൾ അപ്പോൾ ഇത്ര ദിവസം ചില സമയങ്ങളിൽ ബുധൻ ചില ദിവസങ്ങൾ വക്രത്തിലേക്ക് ചില ദിവസങ്ങൾ സഞ്ചരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതലായിട്ട് ഇത്ര ദിവസം അവിടെ ഈ ഒരു മാസം 30 ദിവസം എന്ന് പറയുന്നത് ചിലപ്പം വക്രത്തിൽ സംസാരിക്കുമ്പോൾ മുന്നോട്ടല്ല സഞ്ചരിക്കുന്നത്, പുറകോട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വക്രത്തിൽ സഞ്ചരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലയളവ് ഏകദേശം വരും. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഒരു ഫലം നോക്കുകയാണെങ്കിൽ നമുക്ക് ബുധൻ്റെ ഒരു ചരഫലം നോക്കാം. മേടം ലഗ്നത്തിൻ്റെ ഇപ്പോൾ ജാതകത്തിൽ നമുക്ക് മേടം ലഗ്നത്തിൻ്റെ എട്ടില് ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ മേടം ലഗ്നത്തിൻ്റെ 8-ലൂടെ ഇപ്പോൾ ബുധൻ ചാരവശാൽ വൃശ്ചികം രാശിയിലാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, എല്ലാം കൊണ്ടും അനുകൂലമാണ്. കാരണം ബുധൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 8-ാം ഭാവത്തിലൂടെ ധനു 20-ാം തീയതി വരെ നമ്മൾ മേട ലഗ്നക്കാരന് 8-ലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് നല്ല സമയമാണ്. നല്ല കാര്യങ്ങൾ ശുഭമായിട്ട് ബുധനെ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ, അത് വിദ്യാപരമായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊക്കെ ഈ 8-ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ രോഗം, ദുഃഖം, മരണം എല്ലാം ഉള്ളതാണല്ലോ. അപ്പോൾ അതിലൊക്കെ ബുധൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ബുധനെ കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെയാണ് ഇടവൻ ലഗ്നത്തിൻ്റെ 7-ലൂടെ ആണ്. അത് ഇടവൻ ലഗ്നത്തിൻ്റെ 7 എന്ന് പറയുന്നത് ഇടവൻ ലഗ്നത്തിൻ്റെ 7-ലൂടെയാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കണത്. അപ്പോൾ നമുക്കത് മോശമാണ്. 7-ലൂടെ ചാരവശാൽ വരുമ്പോൾ കുടുംബപരമായിട്ട് ചെറിയ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ വിവാഹ ഭാവമാണല്ലോ, മതഭാവം. അപ്പോൾ ആ ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് മോശം അനുഭവങ്ങൾ വരാം. കുടുംബപരമായിട്ട് ചിലപ്പോൾ കലഹങ്ങൾ വരാം, ഭാര്യ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ വരാം. അങ്ങനെ ഒരു ചെറിയ സൂചനകൾ മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പിതൃലഗ്നത്തിൻ്റെ 6-ലൂടെയാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കണത്. നല്ല അനുഭവങ്ങളാണ്. 6 എന്ന് പറയുമ്പോൾ ശത്രു, തസ്കൃതം, കളവ്, ചതി എന്നൊക്കെയാണ് പറയുന്നത്. അത് ചോരന്മാരെന്ന് പറയും, കള്ളന്മാരെന്നാണ്. അതേപോലെ തന്നെ ഈ ശത്രുക്കൾ ഉണ്ടാവുക. പക്ഷെ ബുധനെ കൊണ്ട് വരുമ്പോൾ നമുക്ക് ബുധനെ വെച്ച് പറയുകയാണെങ്കിൽ 6-ാം ഭാവം നല്ലതാണ് ഇപ്പോൾ ചാരവശാൽ വരുന്നത് എന്ന് പറയുന്നത്. അപ്പം അതും കുഴപ്പമില്ല. ജാതകത്തിൽ 6-ാം ഭാവത്തിൽ ജാതകത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഭാവങ്ങളിൽ ബുധൻ നല്ലതാണ്. അപ്പോൾ ബുധന് എന്താ പറയുക, ആകെ 12-ാം ഭാവം മാത്രം മോശം പറയുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് കർക്കിടക ലഗ്നത്തിൻ്റെയാണ്. കർക്കിടക ലഗ്നത്തിൻ്റെ 5-ലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 5-ാം ഭാവം പറയുമ്പോൾ സന്താനം, ബുദ്ധിപരമായിട്ട് അങ്ങനെയുള്ളതൊക്കെയാണ്. ഈ 5-ാം ഭാവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ബുധൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ക്ലീബഗ്രഹമാണ്. നമ്മൾ പുസ്തകം എന്ന് പറയും. ഏതായാലും അതായത് ഈ പുരുഷധർമ്മവും ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ ധർമ്മവും വഹിക്കണം. അപ്പോൾ ഈ അതായത് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അതായത് കർക്കിടക ലഗ്നത്തിൻ്റെ 5-ലൂടെ മോശം, അതായത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, അതായത് ഇത്ര അലസത, അതായത് നമുക്ക് നല്ല എന്താ പറയുക, ഈ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഈ എന്താ പറയുക, ബുധൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നപുംസകമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറവ് അങ്ങനെയുള്ളതൊക്കെ വരാൻ സാധ്യത മാത്രമേ. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരം വെച്ചിട്ടൊക്കെ നോക്കണം. ഞാൻ ചെറിയ സൂചനകൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, സാധ്യതയുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
അടുത്തത് ചിങ്ങം ലഗ്നത്തിൻ്റെ 4-ലൂടെയാണ്. ചിങ്ങം ലഗ്നത്തിൻ്റെ 4 എന്ന് പറയുന്നത് ചിങ്ങം ലഗ്നത്തിൽ 4-ലൂടെ ആണ് ബുധൻ സഞ്ചരിക്കുന്നത്. നല്ല അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. വീട്, വാഹനം, ഗൃഹം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ ബുധൻ്റെ സഞ്ചാരം വെച്ചിട്ട് നമുക്ക് അനുകൂലമാണ്. 4-ലൂടെ പറയുമ്പോൾ 4-ാം ഭാവം എന്ന് പറയുന്ന വെച്ചാൽ വാഹനം, വീട് ഇത്യാദി കാര്യങ്ങളുടെ മാതാവ്, അതിനൊക്കെ മറ്റേ നല്ല കാര്യങ്ങൾ, വീട് സംബന്ധമായിട്ടൊക്കെ ശുഭകാര്യങ്ങൾക്കൊക്കെ നല്ല ബുധനെ കൊണ്ട് നല്ല സമയമാണ് പറയണത്. അതേപോലെ തന്നെയാണ് കന്നി ലഗ്നത്തിൻ്റെ 3-ലൂടെയാണ്. കന്നി ലഗ്നത്തിൻ്റെ 3-ലൂടെയാണ് ഇപ്പോൾ ഈ ബുധൻ സഞ്ചരിക്കുന്നത്. നല്ലതല്ല. 3-ാം ഭാവം കമ്മ്യൂണിക്കേഷൻ, സാഹസികതയുടെയൊക്കെ ഭാവമാണ്. കമ്മ്യൂണിക്കേഷൻ പരമായിട്ടൊക്കെ ഒരു സംസാരങ്ങൾ, അതായത് ധനുമാസം 20-ാം തീയതി വരെ ഈ കന്നി ലഗ്നക്കാരന് 3-ലൂടെയൊക്കെ മോശം വരാം. കാരണം ഇനിയിപ്പോൾ ഇതിൽ ബുധന് മൗഢ്യം കൂടിയൊക്കെ വരുമ്പോൾ ചിലപ്പം അതിൻ്റെ ബലക്കുറവ് വരാം. കാരണം മൗഢ്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അടുത്ത് ഗ്രഹങ്ങളൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ബലക്കുറവ് വരും. ഓരോ ഡിഗ്രി അനുസരിച്ച് ബുധൻ 11 ഡിഗ്രിയിൽ വരുമ്പോഴാണ് മൗഢ്യം ഭവിക്കുന്നത്. അപ്പോൾ മൗഢ്യത്തിൽ വരുമ്പോഴും ഫലത്തിന് വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഒന്നും കൂടി, കാരണം സൂര്യൻ എന്ന് പറയുമ്പോൾ അഗ്നിയാണല്ലോ, അല്ലെങ്കിൽ തീ എന്ന് പറയാം. അഗ്നീൻ്റെ അടുത്ത് നോക്കുമ്പം ആ ഗ്രഹം ബുധൻ വരുന്ന സമയത്ത് അതിനെ ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് അത് കത്തി, അല്ലെങ്കിൽ ബലക്കുറവ്, അല്ലെങ്കിൽ കത്തി നശിക്കുന്ന ഒരു അവസ്ഥ വരാം. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ബുധന് മൗഢ്യം ശ്രമിക്കുന്നത്. അത് ബുധന് മങ്ങലേറ്റു, ബലക്കുറവ് വന്നു ബുധൻ്റെ ആ ദൃഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ ആ മൗഢ്യവും കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയണത്. പിന്നെ പറയാനുള്ളത്, അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പരമായിട്ടൊക്കെ സംസാരിക്കും. സഹോദരങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ, ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ വരാം. അതിൻ്റെ ഒരു സാധ്യതയൊക്കെ ഉണ്ട്. തുലാ ലഗ്നത്തിൻ്റെ 2-ലൂടെയാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കണത്. നല്ല സമയമാണ്. മറ്റേ വിദ്യ, ധനം, വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിദ്യാകാരകനൊക്കെയാണ് ബുധനും ഈ ഗുരുവൊക്കെ. ഇപ്പോൾ ബുധൻ്റെ മറ്റേ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നല്ല അതായത് വിദ്യാഭ്യാസപരമായി ഡാൻസ് പ്രോഗ്രാം, അതേപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ നവരസപ്രിയനാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ബുധനെ കൊണ്ട് നമുക്ക് മിമിക്രികരമായിട്ടും ഈ മറ്റ് മേഖല വിദ്യാപരമായിട്ടൊക്കെ നല്ല കഴിവ്, അതായത് ധനുമാസം 20-ാം തീയതി വരെ മറ്റേ ബുധൻ്റെ സഞ്ചാരം കൊണ്ട് നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ പഠന മികവിനൊക്കെ നല്ല മികവറ്റതാണ്. അപ്പം അതൊന്ന് വിനിയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ വൃശ്ചിക ലഗ്നക്കാരൻ്റെ ലഗ്നത്തിലൂടെയാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്നത്. മോശം അനുഭവമാണ്. മേടലഗ്നത്തിനും 8-ലൂടെയാണ്. അപ്പം വൃശ്ചിക ലഗ്നത്തിലൂടെ നമ്മൾ സാധാരണ എല്ലാവരും ചന്ദ്രാലാണ് പറയണത്. ചന്ദ്രാല് പറയുമ്പം നമ്മളെല്ലാവരും അത് പിന്നെ ഇപ്പം ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. എല്ലാവരും ചന്ദ്രാല് ഫലം പറയുന്നത് കൊണ്ട് ഞാൻ ചന്ദ്രാലെല്ലാം നമ്മൾ കേന്ദ്ര ബിന്ദുവാണ് പറയുന്നത്. ആ കേന്ദ്ര ബിന്ദു അടിസ്ഥാനമാക്കി അത് ലഗ്നഭാവം 12 രാശിയിൽ 12 ലഗ്നഭാവം കൊണ്ട് 7 ഗ്രഹങ്ങളും വെച്ചിട്ടാണ് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ധനു ലഗ്നക്കാരൻ്റെ 12-ലൂടെയാണ് മോശം. അപ്പം 1ഉം 2ഉം വൃശ്ചിക ലഗ്നക്കാരൻ്റെ 1-ലൂടെയും ധനുലഗ്നക്കാരൻ്റെ 12-ലൂടെയുമാണ് ഇപ്പോൾ ഈ ബുധൻ്റെ സഞ്ചാരം വെച്ച് ഈ 2 ലഗ്നക്കാർക്ക് ഇപ്പോഴത്തെ സഞ്ചാരം വെച്ച് മോശം വരാം ധനു 20-ാം തീയതി വരെ. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ചെയ്യുക. അതായത് ലഗ്നത്തിലൂടെ ശരീരം ശ്രദ്ധിക്കുക. 12 വ്യയമാണ്, അടച്ചുപൂട്ടേണ്ടതാണ്, അത് ശ്രദ്ധിക്കുക ബുധൻ്റെ സഞ്ചാരം കൊണ്ട്. അതേപോലെ തന്നെ മകരം ലഗ്നക്കാരൻ്റെ 11-ലൂടെ ലാഭസ്ഥാനത്തു കൂടിയാണ്, മകര ലഗ്നത്തിൻ്റെ ലാഭസ്ഥാനം 11-ലൂടെയാണ് ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്നത്. അനുകൂല സ്ഥാനം ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ട് മുന്നോട്ടം കിട്ടേണ്ട ഒരു സമയമാണ്. അതായത് അങ്ങനെയുള്ള തുടക്കങ്ങളൊക്കെ കിട്ടാനുള്ള, ധനപരമായിട്ട് കിട്ടാനുള്ളൊക്കെ സാധ്യതയുള്ളൊരു ഒരു സമയമാണ് ഈ ബുധൻ്റെ സഞ്ചാരം കൊണ്ട്. അപ്പോൾ അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുംഭം ലഗ്നക്കാർക്ക് 10-ലൂടെയാണ്. അതായത് 11ഉം 10ഉം ഭാവത്തിലൂടെ, അത് കുംഭലഗ്നക്കാരൻ്റെ 10-ലൂടെ സഞ്ചരിക്കുന്ന സമയത്തും അനുകൂല സമയമാണ്. അതായത് എന്താ പറയുക, ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല മുന്നേറ്റമൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് എല്ലാ തരം ജോലി ചെയ്യുമ്പോൾ അതിലൂടെ ഒന്നും കൂടി തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഓടി ചെന്ന് ക്ഷേത്രത്തിൽ വഴിപാടെല്ലാം ചെയ്യേണ്ടത്. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ചിലപ്പോൾ ആ ജോലി സംബന്ധമായിട്ട് ഒന്നും കൂടി മാറ്റങ്ങൾ വരാം. അതിനുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതും ധനു 20-ാം തീയതി വരെ മുതൽ. അതേപോലെ തന്നെ മീനം ലഗ്നക്കാരൻ്റെ 9-ലൂടെയാണ്
ഇപ്പോൾ മീന ലഗ്നക്കാരൻ്റെ 9-ലൂടെയാണ് ഇപ്പോൾ ധനുമാസം 20-ാം തീയതി വരെ അപ്പോൾ ഈ ഭാഗ്യസ്ഥാനം പിതാവിന് സൂചന തരുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ ബുധൻ സഞ്ചരിക്കുന്ന സമയത്തിൽ പിതാവുപരമായിട്ട് അതിൻ്റെ രവിയുടെ ഇതും കൂടി നോക്കണം കേട്ടോ. രവിയുടെ ചാരവശാലും കൂടി നോക്കുമ്പോൾ അത് അനുകൂല പ്രതികൂലം വരുമ്പോൾ പിതാവുപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം. ഭാഗ്യസ്ഥാനമാണ്, ഭാഗ്യപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ വരാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചെറുതായിട്ട് വരാം, വേറെ തടസ്സങ്ങളായിട്ട് ഒന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇത്രയും വശമാണ്. അപ്പോൾ നമുക്ക് 3, 5, 7, 9, 12 ബുധൻ്റെ ചാരഫലം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്ര മോശമല്ല. 7-ാം ഭാവം മോശം, 7-ലൂടെ മോശം, അതേപോലെ തന്നെ 5-ലൂടെ മോശം, അതേപോലെ തന്നെ 3-ലൂടെ മോശം, അതേപോലെ തന്നെ 12-ലൂടെ മോശം, 9-ലൂടെ 2, 4, 5 ഭാവത്തിലൂടെ ആണ് നമുക്കിപ്പോൾ ഈ വ്യാഴത്തിന് സഞ്ചാരം കൊണ്ട് നമുക്ക് മോശം പറയണത്. അതായത് 3, 5, 7, 9 ഭാവങ്ങളിൽ. അപ്പോൾ ഓരോ ലഗ്നക്കാരൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ശുക്രൻ്റെ ഇപ്പോഴത്തെ ഒരു ചാരഫലമാണ്. അപ്പോൾ തുലാം 14-ാം തീയതി മുതൽ ധനു 20-ാം തീയതി വരെ ബുധൻ്റെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണം വെച്ചാൽ 14-ാം തീയതി എന്ന് വെച്ചാൽ തുടക്കം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഇതാണ്. പിന്നീട് കാരണം ചില സമയങ്ങളിൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലോട്ടല്ല പിന്നിലോട്ട് പുറകിലോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മളിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നതാണ് കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഒരു സഞ്ചാരം വെച്ചിട്ട് കുറച്ച് കാലയളവ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് മാറ്റങ്ങൾ വന്നിട്ട് പിന്നെ മൗഢ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒരു ബലക്കുറവ് വരാം. എന്നിരുന്നാലും ഇതൊന്ന് പരിശ്രമിച്ച് നോക്കുക എല്ലാവരും. അടുത്തൊരു വീഡിയോസുമായിട്ട് ശുക്രൻ്റെ ചാരഫലമായി 12 രാശിയിൽ 12 ലഗ്നക്കാർക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ അടുത്തൊരു ശുക്രൻ്റെ ചാരഫലമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.